അവർ ചാനൽ ലിറ്റിൽ ചാൻസ്. ഓക്കെ, അപ്പൊ ഞാനും ദൈവം കൂടെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുവാണ്. ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? മാത്സ്. സെയിം, നമ്മൾ ഇന്നും മാത്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് നമ്മളിപ്പോ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ദേവുന് അറിയാമോ ആ റിലേഷൻ? അറിയില്ല. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാം അറിയില്ലേ ദേവുന്? ഏകദേശമൊക്കെ അറിയാം അല്ലെ? ഇപ്പൊ 3 into 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 into 5 15. 3 into 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പൊ അതെങ്ങനെയാ ദേവുന് മനസ്സിലായത് 3 into 5 15 എന്നുള്ളത്? എങ്ങനെ ഇപ്പൊ പറയാൻ പറ്റിയത്? അത് പഠിച്ചിട്ടല്ലേ, ടേബിള് പഠിച്ചിട്ട് അല്ലെ? അപ്പൊ മോള് 5ന്റെ ടേബിള് പഠിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞു നോക്കി അല്ലെ? അപ്പോഴാണ് 3 into 5 15 കിട്ടിയത്. ഓക്കെ, നമുക്ക് അഡീഷനിലും ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ 3 into 5 15 ദേവു പറഞ്ഞു. ദേവു അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആലോചിച്ചിട്ടാണ് അത് പറഞ്ഞത്. നമുക്കത് വേറൊരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് കാണിക്കാം. ഇത് കുറച്ച് സീഡ്സ് ആണ്. അപ്പോൾ നമ്മൾ 5ന്റെ ടേബിൾ മോള് 3 times 3 into 5 ആണ്. 5 are 15 അങ്ങനെയാണ് കിട്ടിയത് അല്ലെ? അപ്പൊ നമുക്ക് ഇത് 5 വെച്ചിട്ട് ഒന്ന് 5 വെച്ചൊന്ന് കൗണ്ട് ചെയ്തെടുത്തേ. 1 2 3 4 5. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, ഇത് 5 ഉണ്ട്, ഇത് 5 ഉണ്ട്, ഇത് 5 ഉണ്ട്. 3 into 5 ആണ് ചോദിച്ചത് അല്ലെ? അപ്പോൾ ഇത് 5 ആണ്, ഇത് 5 ആണ്, ഇത് 5 ആണ്. അപ്പോൾ 3 5s are 15 അങ്ങനെയല്ലേ മോന് കിട്ടിയത്? 3 5s are 15. അപ്പൊ ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കിയേ. 5 10 15 കറക്റ്റ് അല്ലേ? അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൾട്ടിപ്ലിക്കേഷനും അഡീഷനും തമ്മിലുള്ള റിലേഷൻ. മനസ്സിലായോ? ഇനി നമുക്ക് വേറൊരെണ്ണം അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു നമ്പർ ചോദിക്കട്ടെ ദേവുനോട്. 4 into 8 എത്രയാണ്? 36. 4 into 8 36. ശരി, നമുക്കൊന്ന് നോക്കാം ദേവ് പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മൾ 8ന്റെ 4 ഗ്രൂപ്പ്സ് ഉണ്ടാക്കണം കേട്ടോ. 8 നമ്പേഴ്സ് വെച്ച് എടുത്തോളൂ. ഇപ്പൊ ഒരു ഗ്രൂപ്പായി അല്ലേ? നാലെണ്ണമായി. ഓക്കെ, അത് 4 8 ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, അവിടെ വെച്ചോളൂ. അപ്പോൾ ഓക്കെ, 8ന്റെ ഓക്കെ, അപ്പോൾ 8ന്റെ 4 ഗ്രൂപ്പ്സ് ആണ്. നമ്മൾ 4 8s ആറാ ചോദിച്ചത്. അപ്പോൾ 4 8, കാരണം ഈ ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിലും നമ്മൾ 8 എണ്ണം വെച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 4 8s ആർ എത്രയാന്നുള്ളത്. ഇനി ദേവ് ഇതെല്ലാം ഒന്ന് കൗണ്ട് ചെയ്തേ. എല്ലാം കൂടി 1 2 ഇത് 8 ഉണ്ട്. അടുത്തത് പിന്നെ അടുത്തത് 8 9 10 11 12 13 14 15 16 ഉണ്ട്. പിന്നെ 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32. അപ്പൊ എത്രയാണ് ആൻസർ? 32. മോൻ എത്ര നേരത്തെ പറഞ്ഞത്? 36. അപ്പൊ മനസ്സിലായില്ലേ? 4 8s are 32. നമ്മളിപ്പോ കൗണ്ട് ചെയ്തത് 32 അല്ലേ? 32. മോൻ നേരത്തെ പറഞ്ഞത് 36. അപ്പൊ 4 8s are 32. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ 4 8s ആർ എന്ന് പറഞ്ഞാൽ 8ന്റെ 4 ഗ്രൂപ്പ് തമ്മിൽ ചേർത്ത്, അതായത് നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നതാണ് 4 into 8. അപ്പൊ ദേവുന് മനസ്സിലായി ഇത് എങ്ങനെ ചെയ്യണമെന്ന്. ഓക്കെ, അപ്പൊ ഒരു നമ്പർ ദേവ് തന്നെ പറഞ്ഞോളൂ. 3 into 6 എത്രയാണ്? 18. ഓക്കെ, അപ്പൊ ഇത് വെച്ച് ദേവ് പറഞ്ഞത് കറക്റ്റ് ആണോ എന്നൊന്ന് നമുക്ക് നോക്കാം. എടുത്തോളൂ. 6ന്റെ 3 ഗ്രൂപ്പ്സ് ഉണ്ടാക്കാം. ആയോ? ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. 1 2 3 4 5 6. 1 2 അല്ല, 6 കഴിഞ്ഞിട്ടുണ്ടല്ലേ? 7 8 9 10 11 12 13 14 15 16 17 18. നേരത്തെ എത്ര ദേവ് പറഞ്ഞത്? 18. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ് ദേവ് പറഞ്ഞത്. അപ്പൊ 3 into 6 is 18 അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചെന്ന് വെച്ചാല്, ഇപ്പൊ ദേവ് എക്സാം എഴുതാൻ പോവാൻ നേരത്ത് ഇപ്പൊ ദേവിന് കുറച്ചു മുമ്പ് 8ന്റെ ടേബിൾ അല്ലെ? 8ന്റെ ടേബിൾ പറഞ്ഞപ്പം ദേവിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് അങ്ങനെ ഒരു ഡൗട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും?
ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക് എക്സാം ഹാളിൽ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? പ്ലസ് ഇങ്ങനെ. എങ്ങനെ പ്ലസ് ചെയ്യും? ഇപ്പൊ ആന്റി കാണിച്ച പോലെ 6 അങ്ങനെ അല്ലടാ, പക്ഷെ നമുക്ക് ഈ സാധനം തരില്ലല്ലോ. നമ്മൾ എഴുതണം. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് തന്നെയാണ് നിങ്ങളെ കാണിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വിചാരിച്ചത്. ദേവു പറഞ്ഞു അത് എഴുതണ്ട, നമുക്ക് നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു 8ന്റെ നമ്പർ ആണല്ലോ പറഞ്ഞത്, നമുക്ക് അത് വെച്ച് തന്നെ ഒന്ന് നോക്കാം. 4 8s എത്രയാണ്? 32. അതിന് നമുക്ക് ഫിംഗേഴ്സ് വെച്ച് എങ്ങനെയാണ് എക്സാം ടൈമിൽ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ 8 ഫിംഗേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 8 എന്ന് പറഞ്ഞാൽ 8 ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 2 8s എത്രയാണെന്ന് നോക്കാം. ഒന്ന് ഇത് ഫിംഗർ ഒന്ന് കൗണ്ട് ചെയ്തോളൂ. 8 കഴിഞ്ഞിട്ട് എത്രയാണ്? 9 10 11 12 13 14 15 16. അപ്പൊ 2 8s 16. നമുക്ക് എക്സാം ടൈമിന് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ മാത്സ് ആൻസർ ഷീറ്റിന്റെ സൈഡിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഏരിയ ഉണ്ടാവുമല്ലോ. അവിടെ നമുക്ക് പെൻസിൽ വെച്ച് ചെറുതായിട്ട് നോട്ട് ചെയ്യാം. 2 8s 16. അപ്പൊ 2 8s 16 നമ്മൾ അവിടെ നോട്ട് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് അടുത്ത് 3 8s കാണണം. അപ്പോൾ വീണ്ടും 8 ഫിംഗേഴ്സ് എടുത്തിട്ട് കൗണ്ട് ചെയ്തോളൂ. 9 അല്ല, 16 അല്ലേ നമ്മൾ അവിടെ എഴുതിയത്? 2 8s 16. അതാണ് ഞാൻ ഇവിടെ എഴുതാൻ പറഞ്ഞു. ഇവിടെ എഴുതുമ്പോൾ നമ്മളത് മറന്നു പോവില്ല. ഇനി 2 8s 16 ഓൾറെഡി നമ്മൾ കണ്ടു. ഇനി 3 8s നമുക്ക് കാണണം. അപ്പൊ 16 കഴിഞ്ഞിട്ട് 8 ഫിംഗേഴ്സ് എടുത്തിട്ട് കൗണ്ട് ചെയ്യും. 17 18 19 20 21 22 23 24. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? 3 8s 24 എന്ന് നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ജസ്റ്റ് പെൻസിൽ വെച്ചൊന്ന് നോട്ട് ചെയ്യാം. അപ്പൊ 3 8s 24 ആയി. ഇനി നമുക്ക് കാണേണ്ട ആക്ച്വലി ഏതാണ്? 4 8s ആണ് നമുക്ക് അവിടെ വേണ്ടത്. ഓക്കെ, അപ്പൊ വീണ്ടും ഫിംഗേഴ്സ് എടുത്തിട്ട് എത്ര കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്യണം? നമ്മളവിടെ എഴുതിയിട്ടുണ്ടല്ലോ, നോട്ട് ചെയ്തിട്ടില്ലേ? എത്രയാണ്? അല്ല, 3 8s 3 8s ഞാനിവിടെ എഴുതിയിട്ടില്ല അവിടെ ദേവുവിന്. പക്ഷേ ദേവ് എക്സാം ടൈമിൽ നമ്മളിവിടെ നോട്ട് ചെയ്യുമല്ലോ. അപ്പൊ 3 8s 24 വരെ 3 വരെ നമ്മൾ കൗണ്ട് ചെയ്ത് ഇവിടെ 24 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ 3 കഴിഞ്ഞിട്ട് 4. അപ്പൊ 24 കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൗണ്ട് ചെയ്യാൻ. 25 26 27 28 29 30 31 32. ആൻസർ എത്രയാണ്? 32. അപ്പൊ 4 8s 32. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ കാണിച്ച എന്താന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാം ടൈമിന് പല കുട്ടികൾക്കും, ഞാനൊക്കെ ഒത്തിരി പ്രാവശ്യം മറന്നു പോയിട്ടുണ്ട് ടേബിള്. അപ്പൊ പല കുട്ടികൾക്കും ദേവ് മറന്നു പോയിട്ടുണ്ട് എക്സാം ടൈമില്. ടേബിള് മറന്നു പോയിട്ടുണ്ട് അല്ലെ? നമ്മൾ പഠിച്ചതാണെങ്കിലും ചിലപ്പോൾ ആ ടൈമിന് ചിലപ്പോൾ നമുക്ക് ടെൻഷൻ കൊണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ ടേബിൾ ആണെങ്കിലും പഠിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഇൻ കേസ് ഇനിയിപ്പോൾ പഠിച്ച കുട്ടികൾക്കാണെങ്കിലും മറന്നു പോവുകയാണെങ്കിലും നമുക്കിങ്ങനെ നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് തന്നെ നമുക്ക് ആഡ് ചെയ്ത് ആ സമയത്ത് നമ്മുടെ മാത്സ് പേപ്പറിന്റെ റൈറ്റ് സൈഡിൽ പെൻസിൽ വെച്ച് പതുക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാമിന് അത് നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ട്രിക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ദേവും കൂടി ഇവിടെ വന്നത്. അപ്പൊ ദേവനെ കൊണ്ട് ഞാൻ ഒന്നും കൂടെ അത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ കാണിപ്പിക്കാം, ഒന്ന് കാണിച്ചു കൊടുക്കാം. 3 9s 3 9s 9 ഫിംഗേഴ്സ് എടുക്കുക. അല്ല, അതിന് നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ എഴുതി വെക്കാമല്ലോ. 1 9 എത്രയാണ്? എപ്പോഴും ഏത് സംഖ്യനെ 1 വെച്ചിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ സെയിം നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ 1 × 9 എഴുതി വെച്ചോളൂ. 9. ഓക്കെ, ഇനി 2 × 9 എഴുതും. 2 × 9. ഓക്കെ, 2 × 9 എങ്ങനെയാന്ന് വെച്ചാൽ ഇനി എന്താ ചെയ്യേണ്ടത്? 9 ഫിംഗേഴ്സ് എടുത്തിട്ട് പിന്നെ 9 10 11 12 13 14 15 16 17 18. അപ്പൊ അതവിടെ 18 എഴുതുക. ഓക്കെ, ഇനി 3 9 എഴുതുക. അപ്പൊ നമുക്ക് തെറ്റിപ്പോവില്ലല്ലോ. 3 9s 9 ഫിംഗേഴ്സ് എടുക്കുക. 18 കഴിഞ്ഞിട്ട് കറക്റ്റ്. 19 20 21 22 23 24 25 26 27. ഓക്കെ, ഇപ്പൊ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എക്സാമിന് നമ്മൾ പോവാൻ നേരത്തെ ഏതെങ്കിലും ഒരു ടേബിളിൽ എന്തെങ്കിലും നിങ്ങൾ മറന്നുപോയാൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചത്. ദേവന് ഇപ്പൊ മനസ്സിലായോ ഇത്? ഇനി ടേബിള് എക്സാം ടൈമിന് എന്തെങ്കിലും മറന്നുപോയാൽ അത് ഇങ്ങനെ ചെയ്ത് എഴുതില്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ അടുത്ത ഒരു മാത്സിൻ്റെ ട്രിക്കുമായിട്ട് അല്ലേ, ഞാൻ ദേവുവിന് മാത്സിൻ്റെ ട്രിക്കുമായിട്ടാണ് കൂടുതൽ നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അടുത്ത മാത്സിൻ്റെ ഒരു ട്രിക്കുമായിട്ട് വരുന്നത് വരേക്കും ബൈ.